പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെയൊക്കെ വലിയ ആശങ്കയിലാഴ്ത്തിയ, നമ്മളെയൊക്കെ വലിയ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് സമീപകാലത്ത് കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമാന അപകടം, അഹമ്മദാബാദ് വിമാന അപകടം അല്ലേ. അപ്പോൾ ഈ അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തുകയായിരുന്നു. ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 15 പേജുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ AAIB പുറത്തുവിട്ടിരിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ അപകടമുണ്ടായെന്നും വിമാനം പകർന്നത് വെറും 32 സെക്കൻഡ് മാത്രമാണെന്നുമാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് അപകടത്തിനുള്ള കാരണം. വിമാന അപകടം നടന്ന് 1 മാസം തികയുമ്പോഴാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അധികൃതർ പുറത്തുവിടുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അപകടമുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. പിന്നാലെ നിലം പതിച്ചു. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകടത്തിന് കാരണമായത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇതോടെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചു. സ്വിച്ച് ഓഫായ ഉടൻ തന്നെ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തതല്ലെന്ന് സഹപൈലറ്റ് മറുപടി നൽകുന്നതും കോക്പിറ്റ് ഓഡിയോയിൽ വ്യക്തമാണ്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും സെക്കൻഡുകൾ മാത്രമാണ് പ്രവർത്തിച്ചത്. എഞ്ചിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചിരുന്നു. ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തേത് പ്രവർത്തിപ്പിക്കാനായില്ല. അട്ടിമറി നടന്നതിന് തെളിവുകളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല. അപകട സമയത്ത് കാലാവസ്ഥയും പ്രതികൂലമായിരുന്നില്ല. വിമാനത്തിൽ അപകടകരമായി വസ്തുക്കളൊന്നും തന്നെയുള്ളതായി കണ്ടെത്തിയിട്ടില്ല. വിമാനത്തിന്റെ ഫ്ലാപ്പും ലാൻഡിംഗ് ഗിയർ ലിവറും സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ തകരാറാകാൻ സാധ്യതയുണ്ടെന്ന് 2018 ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ എയർ ഇന്ത്യ ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്നും AAIB റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.